താൽക്കാലിക പ്രസിഡന്റായി ചുമതലയേൽക്കേണ്ടത്. പ്രത്യേക കൗൺസിലായിരിക്കും ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അടുത്ത 50 ദിവസത്തിനുള്ളിൽ പുതിയ പ്രസിഡന്റിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പും നടക്കണം. രക്ഷാദൗത്യത്തിന് റഷ്യയും തുർക്കിയും സഹായം ലഭിച്ചിട്ടുണ്ട്. തുർക്കിയൊക്കെ സഹായിച്ചു, റഷ്യ സഹായിച്ചു. ഇന്ത്യ തന്നെ അനുശോചനം രേഖപ്പെടുത്തി ഇറാൻ ജനതയുടെ ദുഃഖത്തിനൊപ്പം പങ്കുചേർന്നപ്പോൾ ഇറാൻ ജനതയാകട്ടെ ഇബ്രാഹിം റൈസിക്ക് നടുവിരൽ നമസ്കാരം നൽകി ലഡുവും ജിലേബിയും തെരുവിൽ വിതരണം ചെയ്ത് സന്തോഷിക്കുകയായിരുന്നു. കാരണം മാണ്ടിയോടടുക്കുമ്പോഴല്ലേ മാങ്ങയുടെ പുളി അറിയൂ എന്ന് പറയുന്നത് പോലെ അടുത്ത് കിടക്കുന്നവനെ രാപ്പനി അറിയൂ. അവരാണ് ഇബ്രാഹിം റൈസിയെ കൂടുതൽ അനുഭവിക്കുന്നവർ. അതുകൊണ്ട് ഇവരുടെ ഭരണ പരിഷ്കാരങ്ങൾ കാരണം പൊറുതിമുട്ടിയ ഒരു ജനത അയാൾ ചത്തുപോയപ്പോൾ സന്തോഷിക്കുന്ന രംഗമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിലേറെ രസകരമായ ഒരു വസ്തുത, ഗാസയിലെ ജനത എന്തിനു സന്തോഷിക്കണം?